നമസ്കാരം. പെരുമ്പാവൂരിൽ അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ടയിൽ വിദേശത്തു നിന്നും എത്തിച്ച 18 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ദമ്പതികൾ പിടിയിലായ സംഭവം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വൈപ്പിൻ നറുകാട് സ്വദേശിയായ ആയുഷ്, ഭാര്യ അനഘ എന്നിവരെയാണ് പോലീസിന്റെ പ്രത്യേക ലഹരി വിരുദ്ധ സംഘമായ ഡാൻസ് ഓഫ് അറസ്റ്റ് ചെയ്തത്. പിടിക്കപ്പെട്ട ദമ്പതികൾ ലഹരി സിൻഡിക്കേറ്റിന്റെ മൊത്തക്കച്ചവടക്കാരാണെന്നും ഇവർക്ക് പിന്നിൽ വൻ സ്രാവുകളുണ്ട് എന്നുമുള്ള നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാനിലാണ് ആയുഷും അനഘയും കുടുങ്ങിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുഖ്യപ്രതിയായ ആയുഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തടഞ്ഞു നിർത്തി പരിശോധിച്ചതോടെയാണ് പോലീസിന് ഈ വൻ ലഹരിവേട്ടയുടെ വഴി തുറന്നത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ, പെരുമ്പാവൂർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഹാർദിക് മീന എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായി അതീവ രഹസ്യമായി ആയുഷിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. സ്കൂട്ടർ തടഞ്ഞു നിർത്തിയുള്ള പ്രാഥമിക പരിശോധനയിൽ ഒളിപ്പിച്ച നിലയിൽ 1.25 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു. തുടർന്ന് ആയുഷിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പെരുമ്പാവൂർ തെക്കുംഭാഗം കുന്നുവഴിയിലെ വാടക ഫ്ളാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഈ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് 16.50 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കൂടി കണ്ടെത്തുന്നത്. വിപണിയിൽ ഏകദേശം 18 കോടി രൂപ വിലമതിക്കുന്നതാണ് പിടിച്ചെടുത്ത ആകെ ലഹരിമരുന്ന്. ഇതോടെ ഫ്ളാറ്റിലുണ്ടായിരുന്ന ആയുഷിന്റെ ഭാര്യ അനഘയെയും പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടികളുടെ ലഹരിമരുന്ന് ഇടപാടുകൾ സുരക്ഷിതമായി നടത്തുന്നതിന് വേണ്ടി മാത്രമായാണ് ദമ്പതികൾ 2 ആഴ്ച മുൻപ് ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദമ്പതികൾക്ക് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യവും പോലീസ് ഇപ്പോൾ ആഴത്തിൽ പരിശോധിച്ച് വരികയാണ്. പിടിച്ചെടുത്തത് വിപണിയിൽ ലഭ്യമാകുന്ന ഏറ്റവും മുന്തിയ ഇനം ഹൈബ്രിഡ് കഞ്ചാവാണെന്നും ഇത് രാജ്യത്തിന് പുറത്തുനിന്ന് എത്തിച്ചതാണെന്നും എറണാകുളം റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു. തായ്ലൻഡ് ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലഹരി മരുന്നിന്റെ കൃത്യമായ ഉറവിടം, ഇത് കടത്തിക്കൊണ്ടുപോയ വഴി, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ആയുഷും അനഘയും ഒരു വലിയ അന്താരാഷ്ട്ര ലഹരി സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വലിയ സാമ്പത്തിക ശേഷിയും സ്വാധീനവുമുള്ള വമ്പന്മാരാണ് ഈ ശൃംഖല നിയന്ത്രിക്കുന്നത്. ഇവർക്ക് വേണ്ടി കേരളത്തിൽ ഇടനിലക്കാരായി നിന്ന് മൊത്തവിതരണം നടത്തുന്ന ചുമതല മാത്രമാണ് ദമ്പതികൾക്കുണ്ടായിരുന്നത്. ലഹരിമരുന്ന് വൻതോതിൽ വിറ്റഴിക്കാനായി ഇവർക്ക് താഴെ ഒട്ടേറെ ഉപസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്തു നിന്നും ലഹരി എത്തിക്കുന്നവർ, അത് സ്വീകരിച്ച് വലിയ തോതിൽ സൂക്ഷിക്കുന്ന മൊത്തവിതരണക്കാരായ ദമ്പതികൾ, ഇവരിൽ നിന്നും വാങ്ങി ചെറുകിട വിൽപ്പനക്കാർക്ക് നൽകുന്നവർ, ഒടുവിൽ താഴെത്തട്ടിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നവർ എന്നിങ്ങനെ വളരെ ആസൂത്രിതമായി വികേന്ദ്രീകരിക്കപ്പെട്ട ഒരു വലിയ മാഫിയ ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായ ദമ്പതികളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി എത്തിയതിനു ശേഷം നടപ്പിലാക്കുന്ന ഏറ്റവും ക്രിയാത്മകമായ പദ്ധതിയാണ് ലഹരി വേട്ട പ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഓപ്പറേഷൻ തുഫാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്.